നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർച്ചയായി വീഡിയോ ചെയ്ത് ഞാൻ എൻ്റെ ഫോളോവേഴ്സിനെയും നാട്ടുകാരെയും എൻ്റെ കൂട്ടുകാരെയും ശല്യപ്പെടുത്താറില്ല. വളരെ ആവശ്യഘട്ടങ്ങളിൽ മാത്രമാണ് ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോയ്ക്കായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വീഡിയോയുമായി ഒന്നും വരാത്തത്. ഞാനിന്ന് പറയുവാൻ വേണ്ടി പോകുന്നത് മിംസ് ഹോസ്പിറ്റലിനെ കുറിച്ചാണ്. കണ്ണൂർ ജില്ലയിലെ ആംസ്റ്റർ മിംസ് ഹോസ്പിറ്റലിനെ കുറിച്ചാണ്. എനിക്ക് ഇന്നലെ 2024 ആഗസ്റ്റ് മാസം 15-ാം തീയതി മിംസ് ഹോസ്പിറ്റലിൽ വെച്ചുണ്ടായ ഒരു വേദനാജനകമായ ഒരു അനുഭവം എൻ്റെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് ഹോസ്പിറ്റൽ പൂട്ടിക്കുന്നതിന് വേണ്ടിയല്ല. അങ്ങോട്ട് ആരെങ്കിലുമൊക്കെ ചികിത്സയ്ക്ക് ഇനി പോകുന്നുണ്ടെങ്കിൽ അവർക്കൊരു മുൻകരുതൽ എന്ന രീതിയിൽ അവർക്ക് എങ്ങനെ ആ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായി പോകാം. അങ്ങോട്ട് ചികിത്സയ്ക്കായി തീർച്ചയായിട്ടും നിങ്ങൾ പോകണം. അവിടുത്തെ ഡോക്ടർമാരെല്ലാം ഒരുപക്ഷെ നല്ല ആൾക്കാരായിരിക്കാം. അവരുടെ ചികിത്സയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ട് പോകണം. അപ്പോഴങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് ഒരു മുൻകരുതൽ നൽകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആവശ്യമുള്ളവർക്ക് കാണാം, ആവശ്യമുള്ളവർ മാത്രം കാണുക. ആദ്യമേ ചെയ്യേണ്ടത് നിങ്ങൾ പുറമേ നിന്ന് വേദനാ സംഹാരി വാങ്ങിയിട്ട് പോവുക. കാരണം അതിൽ ഈ ആംസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം മണിക്കൂറുകളോളം നിങ്ങൾക്ക് അവിടെ നിൽക്കേണ്ടതായിട്ട് വരും. ടോക്കൺ എടുത്തിട്ട് പോയതാണെങ്കിലും മാസങ്ങൾക്ക് മുമ്പേ ടോക്കൺ ബുക്ക് ചെയ്ത് പോയതാണെങ്കിലും അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻ്റ് അവിടെ പോയി കൺസൾട്ടിങ് ഫീസ് നൽകി നിങ്ങൾ ഡോക്ടറെ കാണുവാൻ വേണ്ടി ചെന്നതാണെങ്കിലും നിങ്ങൾ പുറമേ നിന്ന് വേദനാ സംഹാരി വാങ്ങിയിട്ട് വേണം പോകാൻ വേണ്ടി. വളരെയധികം മണിക്കൂറുകൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ദേഹമാസകലം വേദന അനുഭവപ്പെടാം. കാൽമുട്ടുകൾ, കൈമുട്ടുകൾ, തല, പെടലി എല്ലാം വേദനിക്കുന്നതായിട്ട് തോന്നാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ വേദന സംഹാരി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കും. മാത്രമല്ല അങ്ങനെ നിങ്ങൾക്ക് അവിടെ സ്വസ്ഥമായി നിന്ന് ഡോക്ടറെ കാണുവാനും സാധിക്കും. അതുപോലെ കുടിവെള്ളം, അപ്പം ഈ വേദന സംഹാരി കഴിക്കുന്നതിന് കുടിവെള്ളം ആവശ്യമാണ്. അല്ലെങ്കിൽ ആ ഫ്ലോറിൽ കൂടി വളരെ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ മാത്രമേ കുടിവെള്ളം കിട്ടത്തുള്ളൂ. അപ്പോൾ കുടിവെള്ളവും നിങ്ങൾ കൊണ്ടുപോകുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഭക്ഷണം വീട്ടിൽ നിന്ന് പൊതിഞ്ഞ് കെട്ടി കൊണ്ടുപോവുക. ഈ ഡോക്ടറെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഡോക്ടർമാരെല്ലാം നമ്മൾ ഈ പറഞ്ഞ സമയത്തൊന്നും വരത്തില്ല. 10 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം വൈകുന്നേരം വരെ നിന്നെങ്കിൽ മാത്രമേ ഡോക്ടറെ കാണുവാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ വിശപ്പ് തോന്നിയേക്കാം, തല കറങ്ങിയേക്കാം, മറ്റു പല അസുഖങ്ങളൊക്കെ ഉള്ളവരായിരിക്കും. ഷുഗറൊക്കെ ഉള്ളവർക്ക് ഭക്ഷണമില്ലാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഭക്ഷണം പൊതിഞ്ഞേറ്റി കൊണ്ടുപോവുക. നിങ്ങൾക്ക് വിശക്കുമ്പോൾ അവിടെ ഏതെങ്കിലും സ്റ്റെയർ കേസിൻ്റെ മൂലയ്ക്ക് എങ്ങോട്ടെങ്കിലും മാറിയിരുന്ന് ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാണ്ടിരിക്കും. അത് മാത്രമല്ല അവിടുത്തെ ക്യാൻറ്റീനിലെല്ലാം പുറത്തേക്കാൾ കൂടുതൽ പൈസയാണുള്ളത്. ഉയർന്ന വിലയും മൂഞ്ചിയ ഭക്ഷണവും എന്ന രീതിയിലൊക്കെയാണ്. പിന്നെ ഒരു കസേര കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കുന്നതിനുള്ള ഒരു സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. ആ കോറിഡോറിൻ്റെ വെളിയിലെല്ലാം മാറി നിങ്ങൾക്ക് ഇരിക്കുവാൻ സാധിക്കും. അപ്പോൾ രോഗിയായിട്ടും രോഗിയുടെ കൂട്ടത്തിൽ ബൈസ്റ്റാൻഡറായിട്ടും പോകുന്നവർ ഓരോ കസേര കൂടി വീട്ടിൽ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോവുകയാണെങ്കിൽ വാടകയ്ക്ക് എടുത്താലും കുഴപ്പമില്ല. 5-10 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം നാട്ടിൻപുറത്തുകൂടി ഇപ്പം ഇവൻറ്റ് മാനേജ്മെൻറ്റുകാർ കസേര വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് ഓരോ കസേരയും കൂടി വാടകയ്ക്ക് എടുത്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് അവിടെ പോയി ഇരിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ ഡോക്ടർ വരുന്ന സമയം അത്രയും നിങ്ങളവിടെ പട്ടിയെ പോലെ നിൽക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ വളരെ ആശ്വാസകരമായി ഡോക്ടറെ കണ്ടിട്ട് മടങ്ങി വരാം. ഞാനിത് പറയുവാനുള്ള കാരണം ആഗസ്റ്റ് 15-ാം തീയതി ഞാനവിടെ പോയിരുന്നു. ഞാൻ പോകാനുള്ള കാരണവും ഇതാണ്. എൻ്റെ ബ്ലഡ് പരിശോധിച്ചപ്പോൾ ഷുഗർ കണ്ടൻറ്റ് കുറച്ച് കൂടുതലുള്ളതായിട്ടും ഫാറ്റി ലിവറിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആരംഭിച്ചതായിട്ടും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യയോടൊപ്പമാണ് ഞാനവിടെ പോയത്. ഭാര്യ അവിടുന്ന് കുറച്ച് മാസങ്ങളായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അവൾ ബസ്സിനായിരുന്നു പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ഒരു തെറ്റിൻ്റെ പുറത്ത് എൻ്റെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ ഇന്നലെ ഞങ്ങളുടെ വാഹനത്തിൽ കാറിൽ ഞാനവിടെ പോയത്. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നതിന് ജീപ്പിലിരുന്നാണ് ഇന്നലത്തെ സംഭവത്തെക്കുറിച്ച് ഞാൻ റിവ്യൂ പറയുന്നത്. അങ്ങനെ അവിടെ പോയപ്പോൾ ഭാര്യ കാണിക്കുന്ന ഡോക്ടറെ കാണിച്ചു. അവിടെ വലിയ തിരക്കില്ലായിരുന്നു. മറ്റു ഡോക്ടർമാരെല്ലാം സമീപത്തെ ക്യാമ്പിലെല്ലാം ഫ്രീ ആയിട്ടിരുന്നുകൊണ്ട് അവിടെ പോയി ഡോക്ടറെ എനിക്ക് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് കാണിക്കുവാൻ സാധിച്ചു. ആ ഡോക്ടറിൻ്റെ നിർദ്ദേശാനുസരണം ഫസ്റ്റ് ഫ്ലോറിലുള്ള ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് നമ്മുടെ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾക്കെല്ലാം കാണിക്കുന്ന ഗ്യാസ്ട്രോ എൻട്രോളജി ആണെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ആ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഈ ഡോക്ടറുടെ റെഫറൻസ് മൂലം ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഏകദേശം ഒരു 10:30 കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയതാണ്. അങ്ങനെ അവിടുന്ന് 450 രൂപ കൺസൾട്ടേഷൻ ഫീസ് കൊടുത്ത് ഡോക്ടറെ കാണുന്നതിന് വേണ്ടി ഡോക്ടറുടെ ക്യാബിൻ്റെ മുമ്പിലെത്തി നിലയുറപ്പിച്ചു. ഇരിപ്പുറപ്പിക്കുകയല്ലേ ഇത്, നിലയുറപ്പിച്ചു. കാരണം പല ദൂര സ്ഥലങ്ങളിൽ നിന്നും ഇരിട്ടി, കൊട്ടിയൂർ, വയനാട് തുടങ്ങി ഞങ്ങളുടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആലക്കോട്, ചെറുപുഴ,
ചെമ്പേരി, നെല്ലിക്കുറ്റി, ഞങ്ങളുടെ ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം കിലോമീറ്ററുകൾ താണ്ടിയാണ് പലരും പട്ടിണി വന്ന് അവിടെ നിൽക്കുന്നുണ്ട്. ഡോക്ടറെ കാണിച്ച് എൻഡോസ്കോപ്പി ചെയ്തതിന് ശേഷം വേണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി. അതിൻ്റെ മുമ്പിലത്തെ തവണ ഡോക്ടറെ കാണുവാൻ വേണ്ടി പോയപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കാണ്ട് വെറും വയറ്റിൽ വരണം എന്ന് പറഞ്ഞു വിടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ മണിക്കൂറുകൾ യാത്ര ചെയ്ത് കിലോമീറ്ററുകൾ താണ്ടി അവിടെ വന്ന് നിലയുറപ്പിച്ചിരിക്കുകയാണ് ഡോക്ടറെ കണ്ട് എൻഡോസ്കോപ്പി ചെയ്ത് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോഴേക്കും സമയം ഏകദേശം 12 മണി 1 മണി ആയിരിക്കുകയാണ്. പച്ച വെള്ളം കഴിക്കാണ്ടാണ് ഇവരവിടെ നിൽക്കുന്നത് എൻഡോസ്കോപ്പി ചെയ്യുന്നതിന് വേണ്ടി. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ ഇരിക്കേണ്ട ഡോക്ടർ വരുന്നു, ഒരു രോഗിയെ പരിശോധിക്കുന്നു, പിന്നെ എണീറ്റ് സ്ഥലം വിടുന്നു. ആൾക്കാർ പോയി നേഴ്സിനോട് ചോദിക്കുന്നു ഡോക്ടർ എവിടെ പോയി. നേഴ്സ് പറയുന്നു ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോയിരിക്കുകയാണ്, ഇപ്പോൾ വരും. ഒരു രോഗിയെ പരിശോധിച്ചതിന് ശേഷം പിന്നെ മടങ്ങി വരുന്നത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. നിന്ന് ആൾക്കാർ മടുത്തു. പലരും നേഴ്സിനോട് കയർക്കുവാൻ തുടങ്ങി. പലരും വിശപ്പ് മൂലം തലകറങ്ങി തലയും താഴ്ത്തി ഇരിക്കുകയാണ്. പലരും നിൽക്കുന്നു. അവിടെ മര്യാദയ്ക്ക് ഇരിക്കുവാനുള്ള സൗകര്യം പോലും ഇവർ ഒരുക്കിയിട്ടില്ല. ഇവർക്ക് വേണ്ടത് പണം മാത്രമാണ്. മനസ്സാക്ഷിയില്ലായ്മയാണ് അവിടെ നമ്മൾ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. യാതൊരു ദയയുമില്ലാണ്ട് അവിടെ വന്നിരിക്കുന്നത് പല രോഗത്തിൽ പല മാനസികാവസ്ഥയിലുള്ള ആൾക്കാരാണ്. അവർക്കൊന്ന് സ്വസ്ഥമായി റിലാക്സ് ചെയ്ത് ഇരിക്കുവാനുള്ള ഒരു സംവിധാനം പോലും ആ ഹോസ്പിറ്റലിൽ ഒരുക്കിയിട്ടില്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ അതിമനോഹരമായ ഒരു ബിൽഡിംഗ് സമുച്ചയമാണ് ഹാംസ്റ്റർ മിംസ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നല്ല കുപ്പായമൊക്കെ ഇട്ട് കുറച്ച് സുന്ദരികളായ യുവതികളെയും അവിടെ സാർ എന്ന് വിളിച്ച് നമ്മളെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി, ശ്രവണസുഖം നൽകുന്നതിന് വേണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. ഇവരുടെ സാറ് വിളിയെല്ലാം കേട്ട് രോഗികളിങ്ങനെ ഇവർ പറയുന്ന പൈസയും നൽകി ഇവർ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ കാണിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ കാത്തൊരുങ്ങി നിൽക്കുകയാണ്. മണിക്കൂറുകളാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന പല ആൾക്കാരും ഒന്ന് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി താഴെ ക്യാൻറ്റീനിലോട്ട് പോകണമെന്ന് വെച്ചാൽ ഈ സമയത്തായിരിക്കും ഡോക്ടർ വരിക. ഇവരുടെ ടോക്കൺ നമ്പർ അനുസരിച്ച് ഇവരെ വിളിക്കുക. അപ്പോൾ ഇവരെ കണ്ടില്ല എങ്കിൽ അടുത്ത രോഗിയെ വിളിക്കും. പിന്നെയും ഇവർ മണിക്കൂറുകൾ നിൽക്കണം. അതുകൊണ്ട് വിശപ്പും ദാഹവും സഹിച്ച് രോഗികൾ നിൽക്കുകയാണ്. അതിൽ കാലൊടിഞ്ഞവരെയും കൈയൊടിഞ്ഞവരെയും മറ്റു പല രോഗികളെയും കാണാം. ഇവർക്കൊന്നും ഇരിക്കാനുള്ളൊരു സൗകര്യം പോലും അവിടെ ഈ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് ഒരുക്കിയിട്ടില്ല. അവർക്ക് പണം മാത്രം മതി. നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ നടക്കുന്ന ഗാനമേളയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ ഗാനമേളയിൽ പലരും ടിക്കറ്റ് എടുത്താണ് കയറുന്നത്. അതിൽ ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്നവർക്ക് 1000 രൂപ, 500 രൂപ, നിൽക്കുന്നവർക്ക് 100 രൂപ എന്നീ ക്രമത്തിലൊക്കെയാണ് ടിക്കറ്റുകൾ നൽകുന്നത്. ഇങ്ങനെ ടിക്കറ്റുകൾ നൽകി പരിപാടി ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതിൻ്റെ ഗേറ്റിങ്കിലും ടിക്കറ്റ് വിതരണം ചെയ്യാറുണ്ട്. അവിടെ കസേര ഫുള്ളായെങ്കിൽ പോലും പുറമേ ടിക്കറ്റ് കൊടുക്കുമ്പോൾ ഈ ഫുള്ളായ കസേരയൊന്നും ഇവർ കണക്ക് കൂട്ടാതെ വരുന്ന ആൾക്കാർക്ക് മുഴുവൻ 1000 രൂപ 500 രൂപയുടെ ടിക്കറ്റുകളെല്ലാം പറിച്ച് കീറി കൊടുത്ത് പൈസ വാങ്ങി പെട്ടിയിലിടും. കാരണം ഇവർക്ക് ടിക്കറ്റ് ചിലവായാൽ മതി. അതിൻ്റെ ഉള്ളിൽ കയറുന്ന ആൾക്കാർ ഇരിക്കുകയോ നിൽക്കുകയോ കിടക്കുകയോ പ്രോഗ്രാം കാണാണ്ടിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ച് ഒരു വിഷയമുള്ള കേസുകളല്ല. ഇവർക്ക് പണം കിട്ടി ടിക്കറ്റുകാരിയായി തീർന്നു. അവരുടെ അന്നേ ദിവസത്തെ ലാഭം സംഘാടക സമിതിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഷട്ടർ ഇട്ടു, പെട്ടിയും കുടുക്കുകയും എടുത്ത് ഇവർ സ്ഥലം വിടും. സീറ്റ് കിട്ടാത്തവർ അവിടെ നിന്നോ കിടന്നോ എങ്ങനെയെങ്കിലും പരിപാടി കാണും, അല്ലാത്തവർ ഇറങ്ങി വീട്ടിൽ പോകും. ഈ പരിപാടി തന്നെയാണ് ഈ ഹാംസ്റ്റർ മിംസിലും ഇന്നലെ എനിക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത്. അവിടെ വരുന്ന രോഗികൾക്ക് ഒന്ന് ഇരിക്കുന്നതിന് വേണ്ടി, ആ കൂട്ടത്തിൽ വരുന്ന ആൾക്കാർക്ക് അവിടെ ഇരിക്കുന്നതിന് വേണ്ടി ഒരു മനസ്സാക്ഷി പോലും ഇല്ലാണ്ടാണ് ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് 4 കസേരയും കൊണ്ടുപോയിട്ട് ഈ ഭാരിച്ച തുക കൺസൾട്ടേഷൻ ഫീസായി വാങ്ങി അവിടെ ഈ ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ട് പോകുന്നു. ഈ നാട്ടിലെ മനുഷ്യാവകാശ കമ്മീഷനും മനുഷ്യാവകാശത്തിന് വേണ്ടി വാദിക്കുന്നവരും ഒരിക്കലെങ്കിലും ഈ ഹോസ്പിറ്റൽ ഫ്ലോറുകളിൽ കൂടി പോയി ഒന്ന് സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം എത്രത്തോളം സത്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതേ അനുഭവക്കാർ ഉണ്ടാകും, ഇല്ലാതിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഒരിക്കൽ മിംസിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഈ അനുഭവം ഉണ്ടാകുമെന്ന കാര്യം 100% ഉറപ്പാണ്. കാരണം ഇന്നലെ ഞാൻ ഈ 11 മണിക്ക് മുമ്പ് ഏകദേശം 10 കഴിഞ്ഞപ്പോൾ ഞാൻ കൺസൾട്ടേഷൻ ഫീസ് നൽകി ഈ ഡോക്ടറുടെ ക്യാബിൻ്റെ മുമ്പിൽ നിലയുറപ്പിച്ചതാണ്. ഏകദേശം 3 മണിയായപ്പോഴേക്കും ഡോക്ടർ 4 പ്രാവശ്യം ക്യാബിനിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലാണ്ട് അവിടെ നിൽക്കുന്ന 2-ലധികം രോഗികളെ പരിശോധിച്ചതായി എനിക്ക് കാണുവാൻ വേണ്ടി സാധിച്ചില്ല. തുടർന്ന് ഏകദേശം 3 മണിയോടുകൂടി ഞാൻ ഈ റിസപ്ഷനിലെത്തി. എനിക്ക് കൺസൾട്ടേഷൻ ഫീസ് വാങ്ങി ചീട്ട് നൽകിയ ആ റിസപ്ഷനിസ്റ്റിനെ പോയി കണ്ട് ഒച്ചപ്പാടും ബഹളവുമാക്കി ഞാൻ നൽകിയ 450 രൂപ ഞാൻ തിരികെ വാങ്ങുമ്പോഴും പലരും നിസ്സഹായ അവസ്ഥ, കണ്ണ് മങ്ങി കൈകാൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. തളർന്നിരിക്കുന്നു അവരെല്ലാം. മനസ്സാക്ഷിയില്ലായ്മയാണ് അവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട്
ഞാൻ ഈ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കൊണ്ടുപോയി അവിടുത്തെ ഡോക്ടർമാരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് അവിടെ നിന്ന് രാവിലെ പോയാൽ പാതിരാത്രിക്കെങ്കിലും മടങ്ങി വരുവാൻ വേണ്ടി സാധിക്കും. പിന്നെ അവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്ന അവിടുത്തെ സ്റ്റാഫുകളുടെ നിസ്സഹായ അവസ്ഥയാണ് പറയുവാനുള്ള കാരണം. ഞാൻ കാണുവാൻ നിന്ന ക്യാബിനിലെ ഡോക്ടർ ഒരു രോഗിയെ പരിശോധിക്കുന്നു. അപ്പോഴേക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നോ മറ്റെവിടുന്നോ കോൾ വരുന്നു. ഇയാൾ ഇറങ്ങി ഓടുന്നു. അവിടെ പോയി അവിടുത്തെ കാര്യവും ചെയ്ത് ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരുന്നു. ഈ ആട്ടും തെറിയും വരുന്ന രോഗികളുടെയും കൂടെ നിൽക്കുന്ന ആൾക്കാരുടെയും ആട്ടും തെറിയും മുഴുവൻ കേൾക്കുന്നത് ആ നേഴ്സുമാരും റിസപ്ഷനിൽ ഈ ആൾക്കാരുടെ വേദന മുഴുവൻ കണ്ട് നിസ്സഹായാവസ്ഥയിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട സ്റ്റാഫുകളുമാണ്. അവരെ ഓർത്തെങ്കിലും മിംസിൻ്റെ മാനേജ്മെൻറ്റ് ഇവിടെ വേണ്ട സൗകര്യം അവിടെ വരുന്ന രോഗികൾക്കും അതുപോലെ തന്നെ ഈ തെറി ആ പാവപ്പെട്ട സ്റ്റാഫുകളെ കേൾപ്പിക്കാതിരിക്കാനുള്ള ഒരു മര്യാദയെങ്കിലും കാണിക്കണമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി മിംസിൻ്റെ നടത്തിപ്പുകാരോടും മാനേജ്മെൻറ്റിനോടും ഞാൻ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. എനിക്ക് വളരെ സങ്കടം തോന്നിയിട്ടാണ് ഞാൻ ഈ രീതിയിലൊരു വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു സ്ഥാപനങ്ങൾക്കെതിരെയും അകാരണമായി ഞാനൊരു വീഡിയോ ചെയ്യാറില്ല. കാരണം അത്രയധികം വേദനിച്ചാണ് വിഷമിച്ചാണ് എൻ്റെ ഒരു ദിവസം മുഴുവൻ കളഞ്ഞ് ഡോക്ടറെ പോലും കാണുവാനാകാതെ വൈകുന്നേരം ഈ കൺസൾട്ടേഷൻ ഫീസും മേടിച്ച് ഞാൻ മടങ്ങി വരുന്നത്. ഞാൻ ഇന്നലെ ദേഷ്യപ്പെട്ട ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളോട് ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. നിങ്ങളുടെ മുഖത്ത് എഴുതി വച്ചിരിക്കുന്ന ആ നിസ്സഹായാവസ്ഥ ഞാൻ വായിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് പണവും വാങ്ങി ഞാൻ മടങ്ങി എൻ്റെ വാഹനത്തിലെത്തി ഞാൻ വീട്ടിലെത്തിയത്. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന എൻ്റെ നല്ലവരായ ശ്രോതാക്കൾ ആംസ്റ്റർ മിംസിൽ പോകുന്ന കണ്ണൂർ ആംസ്റ്റർ മിംസിൽ, എനിക്ക് കൊച്ചിയിലത്തെയും കൊയിലാണ്ടിയിലത്തെയും കാര്യം എനിക്കറിയത്തില്ല, കണ്ണൂർ ആംസ്റ്റർ മിംസിൽ പോകുന്ന എൻ്റെ നല്ലവരായ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മേൽപ്പറഞ്ഞ രീതിയിൽ ഭക്ഷണം പൊതിഞ്ഞു കിട്ടിക്കൊണ്ട് പോവുക, കുപ്പിവെള്ളം കൊണ്ടുപോകുക, വേദനാ സംഹാരി പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് പോവുക, അതുപോലെ പ്രധാനമായി ആളുടെ എണ്ണത്തിനനുസരിച്ച് കസേരയും പുറമേ നിന്ന് വാങ്ങിയോ വാടകയ്ക്ക് എടുത്ത് കൊണ്ടുപോവുക എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.